ഗൈസ്, അപ്പോൾ ഇന്ന് വിഷു ആണ്. അപ്പോൾ വിഷു ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ അതായത് ആമിക്കുട്ടി ഉണ്ട്, പട്ടുപാവടയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെവിടെ പോവാമി? അതെ, കണിക്കൊന്ന് ചെയ്യും. അപ്പോൾ നമുക്കിന്ന് വിഷു ആയിട്ട് കുറച്ച് കണിക്കൊന്ന പൂവൊക്കെ പറിക്കാൻ പോവാം അല്ലേ ആമി? നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം. വിഷു അല്ലേ, അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ വന്ന സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോവാം. അപ്പോൾ പിന്നെ വിഷു ആയതുകൊണ്ട് കണിക്കൊന്നയാണല്ലോ തരാം. അപ്പോൾ പിന്നെ കണിക്കൊന്ന് പറിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ ഒന്നും ഇല്ല. അപ്പോൾ പോകുന്ന വഴിക്കൊരു വീട്ടിൽ കട, എനിക്ക് അറിയാമെന്നുള്ള വീട് തന്നെ. അപ്പോൾ ആദ്യം വിചാരിച്ച് അവിടുത്തെ ചോദിച്ചിട്ട് പറിക്കാമെന്ന്. പക്ഷേ ആ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ പറിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തി. പക്ഷേ എനിക്ക് ഈ സാരിയെ കൊടുത്തിട്ട് വലിഞ്ഞു തോന്നി ചാടാനൊന്നും പറ്റി. ഇത് സാരി അല്ലായിരുന്നെങ്കിൽ ഞാൻ പറിച്ചേനെ. കുറച്ചുകൂടെ നമുക്ക് പറിക്കാം. അവിടെ നമുക്ക് ഈ ഒരു കൊല പറിച്ചു വന്നത്. അങ്ങനെ ഒരു കൊല കൊണ്ട് തൃപ്തിപ്പെടാത്തതുകൊണ്ട് വീണ്ടും ഞാൻ ചാടി വലിഞ്ഞൊക്കെ നോക്കി, എങ്ങാനും കിട്ടിയാലോ ബിരിയാണി എന്ന് വിചാരിച്ചു. പക്ഷേ കിട്ടിയില്ല. പിന്നെ എങ്ങനെയൊക്കെ വലിഞ്ഞു തോന്നി ഒരു കൊല കൂടെ ഒപ്പിച്ചു. പിന്നെ കണിക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഡെസ്റ്റിനേഷൻ തപ്പിയുള്ള പോക്കാട്ടോ. ആദ്യം ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അങ്ങോട്ട് സെറ്റായില്ല. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നടന്നു. അപ്പോൾ ഈ സ്ഥലം കേട്ടോ ഞങ്ങൾ ആദ്യം ഇങ്ങനെ നോക്കി വെച്ചേ. കുറച്ച് കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് എന്ന് വെച്ചു. പക്ഷേ അത് ഫുള്ള് ചതുപ്പായതുകൊണ്ട് എങ്ങാനും ഉരുണ്ടടിച്ചതിനകത്ത് വീണാലോ എന്ന് വിചാരിച്ച് ഞങ്ങളതങ്ങ് ഉപേക്ഷിച്ചു. അവസാനം ഞങ്ങൾ രണ്ടാമത് ഈ ഒരു തോട് പോലത്തെ സംഭവം, ആ സ്ഥലം അത് കാണാൻ നല്ല ഭംഗി തോന്നിയിരുന്നു. പിന്നെ അവിടെ നിന്ന് 2 ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങടേക്ക് പോയി. അപ്പം ഇവിടെ ഞങ്ങൾ എടുക്കാമെന്ന് ഉറപ്പിച്ചാൽ കുറച്ച് ഷോർട്സൊക്കെ എടുത്ത്. അപ്പോൾ അത് ഈ 2 കുട്ടിപ്പട്ടാളങ്ങൾ എൻ്റെ കൂടെ വീഡിയോ ഒക്കെ എടുക്കാൻ വന്ന കേട്ടോ. അങ്ങനെ അവരും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി കേസ്. അപ്പോൾ അത് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒറ്റക്കമ്മൽ തോട്ടിലേക്ക് വീണു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒറ്റക്കാലിൽ വെച്ച് ശ്രമിച്ചതാണ്. പക്ഷേ അത് ചതുപ്പായതുകൊണ്ട് അങ്ങ് താഴേക്ക് താഴ്ന്നു പോയി. അതാണ് നിങ്ങളിപ്പോൾ കണ്ട ഒരു ചെറിയ ഇൻസിഡൻറ്റ്. പിന്നെ അതൊക്കെ കണ്ട് ആമി ഇങ്ങനെ അന്താളിച്ച് നോക്കും, അവളിതെന്തൊക്കെ ഈ കാണിക്കണേന്ന് ഓർത്തിട്ട്. പിന്നെ അവളെ തോട്ടിൽ നിന്നൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അങ്ങനെ ഷൂട്ട് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആമിയാണെങ്കിൽ അവിടെ ഒരു കട കണ്ടതിന് ശേഷം പിന്നെ ആമിക്ക് വെള്ളം ദാഹം. പിന്നെ വെള്ളം കുടിച്ചിട്ടേ പറ്റുമെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ വെള്ളം മേടിക്കണം. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഞങ്ങളാരും കാശൊന്നും എടുത്തിട്ടില്ലായിരുന്നു, ഫോട്ടോ എടുക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ GP ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ചെറിയ കടയായതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും. അങ്ങനെ ഇവരൊക്കെ എന്നെ തള്ളി വിട്ടിട്ട് ഇവരൊക്കെ പാക്ക് ചെയ്യുന്ന വരും. അപ്പം ഞാൻ ഇങ്ങനെ ടെൻഷനായി, എവിടെ പോയി GP എങ്ങാനും ഇല്ലെങ്കിലോ എന്ന് വെച്ചിട്ട്. അവിടെ പോയിട്ട് ആ ചേച്ചി എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നതിന് മുമ്പ് എടുത്ത് ചാടി ഞാൻ ചോദിച്ചു, ചേച്ചി ഇവിടെ GP ഉണ്ടോയെന്ന്. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, നാണം കെടാനും പറ്റില്ല. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് പിന്നെ എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സാധനമൊക്കെ മേടിച്ചു. അപ്പോൾ അത് ആദ്യം തന്നെ ആമിക്ക് തന്നെ വെള്ളം കൊടുത്തു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു അവിടെ, വയലായതുകൊണ്ട് ഒടുക്കത്തെ ചൂടായിരുന്നു. അപ്പോൾ ഒരു വെള്ളം കുടിച്ചപ്പോൾ ഒരു സമാധാനം കിട്ടും. പിന്നെ എല്ലാവർക്കും ഉള്ള വെള്ളമൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് ഇനി ബാക്കി ഷൂട്ടൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോവാം അങ്ങനത്തെ ഒരു മൈൻഡിൽ. കുറേ പേര് ഞങ്ങളിങ്ങനെ BA-ഡ് നോക്കിക്കൊണ്ട് ഈ പിള്ളേർ ഇത് എന്തൊക്കെ ചെയ്ത് കാണിക്കണേന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്കതൊരു പ്രശ്നമല്ല, നമ്മൾ മെയിൻ അൾട്ടിമേറ്റ് ചെയ്യുന്നത് എന്താണ്, ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം.